പുനർജനിയുടെ മാജിക് ഓഫ് മാജിക് 18-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് മനോഹരമായ ഒരു കഥയിലൂടെ ഒരു ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പണ്ടൊരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരു അമ്മ തൻ്റെ മകനുമായി എത്തി. അവർ പറഞ്ഞത്, ഗുരു, ഇവൻ മധുരപ്രിയനാണ്, ഒരുപാട് മധുരം കഴിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, അടുത്ത ആഴ്ച വരൂ എന്ന്. അമ്മയ്ക്ക് തോന്നി, ഈ ഗുരുവിന് തൻ്റെ മകനെ ഒന്ന് ഉപദേശിച്ചാൽ എന്താ, ഇനി എന്തിനാണ് ഇങ്ങനെ അടുത്ത ആഴ്ച പറയുന്നത് എന്ന്. അവർ അടുത്ത ആഴ്ച വീണ്ടും ഗുരുവിനെ കാണാനെത്തി. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ മടിയിലിരുത്തി മധുരം കഴിക്കുന്നതിൻ്റെ ദോഷത്തിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ കുട്ടി അത് മനസ്സിലാക്കുകയും സന്തോഷത്തോടുകൂടി അമ്മയും മകനും കൂടി തിരിച്ചു പോകാൻ ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ ആ അമ്മ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഈ കാര്യം അങ്ങേക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ചെയ്തുകൂടായിരുന്നോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നപ്പോൾ ഞാനും മധുരം കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് മധുരം കഴിക്കരുത് എന്ന് ആ കുഞ്ഞിനെ ഉപദേശിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ആ സ്വഭാവം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവനെ ഉപദേശിച്ചത് എന്ന്. ജീവിതത്തിൽ നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത്. നാം മറ്റൊരാളോട് ഒരു കാര്യം പറയുന്നതിന് മുൻപ് നമ്മൾ അത് ചെയ്യാൻ പ്രാപ്തയാണ് എങ്കിൽ പ്രാപ്തനാണ് എങ്കിൽ അതുതന്നെയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ബക്കറ്റ് ലിസ്റ്റ് പ്രിപ്പറേഷനാണ്. നമ്മളുടെ മാജിക് ബുക്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ബക്കറ്റ് ലിസ്റ്റ് എന്താണെന്ന് അറിയാം. അറിയാത്തവർക്കായി, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം. മരണത്തിന് മുൻപ് ഈ മനോഹരമായ ജീവിതം ആസ്വദിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പം അത് ഓർത്ത് നമ്മുടെ ബുക്കിലേക്ക് എഴുതുക. ഈ ജീവിതത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവ, പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഹാരമായിരിക്കാം, അത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡാകാം. ചിലർ പറയാറുണ്ട്, ചിലരുടെ ആഗ്രഹങ്ങൾ ആനപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പല പല സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വളരെ രസകരമായിട്ട് ഓരോരുത്തരും മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നല്ലതുപോലെ ഈ ബക്കറ്റ് ലിസ്റ്റ് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് അവയെ മനസ്സിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇവയൊക്കെ ചെയ്യാൻ കഴിയുന്നതിനായിട്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ പ്രാക്ടീസിനെ മനോഹരമാക്കാം, നന്ദി നിറഞ്ഞതാക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുന്ന ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ പ്രാക്ടീസ്, രാവിലെ എഴുന്നേറ്റാലുള്ള എല്ലാറ്റിനും നന്മ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കൃതജ്ഞതയുടെ വൈബ്രേഷൻ അനുഭവിച്ചറിയുന്നത്, പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓർക്കുമ്പോഴെല്ലാം അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, സിറ്റുവേഷൻസിന്, വ്യക്തികൾക്ക് ഒക്കെ നന്ദിയുടെ ആ ഒരു ഊർജം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആ ഒരു ആക്ടിവിറ്റി, ഇതെല്ലാം ചെയ്ത് കൃതജ്ഞതയുടെ ആ അനുഭവത്തെ ആസ്വദിക്കുക, കൃതജ്ഞതയിലൂടെ ജീവിക്കുക. എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.